എല്ലാവർക്കും നമസ്കാരം. പോത്തൻ സസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില കേക്കാണ്. സ്റ്റീലിൻ്റെ ഈ ചരുവത്തിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ അത് നമുക്ക് റെഡിയാക്കി വെക്കാം. അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോ അതിൽ കൂടുതൽ. നമ്മൾ എടുക്കുന്ന പാത്രം നന്നായിട്ട് കവറായിട്ട് കിട്ടണം, നല്ലൊരു കോട്ടിങ് വരണം, അത്രത്തോളം ഉപയോഗിക്കണം മൈദ. അപ്പോൾ നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തട്ടി എല്ലാ ഭാഗത്തേക്കും വരത്തക്ക വിധത്തിൽ നല്ലൊരു കോട്ടിങ് ആയിട്ട് ഇരുന്നാലേ ഉള്ളൂ കേക്ക് അടിയിൽ പിടിക്കാതിരിക്കുള്ളൂ. അപ്പം ബേക്കിംഗ് നമുക്ക് ഇത് പേപ്പർ ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ബാക്കി ഉണ്ടായിരുന്ന മൈദ തട്ടി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കോട്ടിങ്ങേ ആകുള്ളൂ, കൂടുതൽ മൈദ ആവരുത്. നന്നായിട്ടൊന്ന് തട്ടിക്കളയുക. അപ്പം നമ്മുടെ പാത്രം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം ഏതാണോ, നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം ആണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ചൂടാക്കാനായിട്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ച് വയ്ക്കാം. 4-5 പ്രാവശ്യം നിങ്ങൾ ചെയ്യുവാണ് എങ്കിൽ നന്നായിട്ട് നമ്മുടെ കേക്ക് നല്ല പൊങ്ങി വരും. ഈ കേക്കിന് 4 മുട്ടയാണ് വേണ്ടത്. പക്ഷേ ഇപ്പം എനിക്കിവിടെ കിട്ടിയ മുട്ട തീരെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കിട്ടുന്ന മുട്ടയുടെ വലിപ്പം അനുസരിച്ച് നോക്കിക്കോളൂ. ഇതിൻ്റെ തീരെ ചെറിയ മുട്ടയാണ്, അതുകൊണ്ടാണ് 5 മുട്ട എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളയും മഞ്ഞയും കൂടെ നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം. വെള്ളയും മഞ്ഞയും കൂടെ വേർതിരിച്ചെടുക്കാനായിട്ട് എളുപ്പമായിട്ടൊരു മാർഗ്ഗമുണ്ട്. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് പൊട്ടിക്കാം. പൊട്ടിച്ചിട്ട് ഒത്തിരി പൊക്കിയല്ല, വളരെ താഴ്ത്തിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ മുട്ട എടുക്കുന്ന പാത്രത്തിൽ ഒരു തരി പോലും വെള്ളം ഉണ്ടാവരുത്. നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്തിരിക്കണം. അപ്പോൾ ഇതേപോലെ ഓരോന്നും പൊട്ടിച്ചൊഴിക്കുക. അതിൽ നിന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ മുട്ട. അപ്പം നല്ല ക്ലീനായിട്ടുള്ള കൈ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ മുട്ടയും ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോ മുട്ടയും നമുക്ക് മാറ്റി മാറ്റി എടുക്കാം. 5 മുട്ടയും ഞാനങ്ങനെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. മുട്ട വേർതിരിച്ചെടുക്കുമ്പോഴേക്കും ഒരു കാരണവശാലും മുട്ടയുടെ മഞ്ഞയും വീഴരുത്, അതുപോലെ തന്നെ മുട്ടയുടെ തോടും വീഴാതെ ശ്രദ്ധിക്കുക. 5 മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ബീറ്റർ വെച്ചാണ് ഇത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എങ്കിൽ ഒരു ഇത് വെച്ചിട്ടോ, ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം. ഒന്ന് പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഓരോ സ്പൂൺ പഞ്ചസാര വീതമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരുമിച്ച് ഒരു കാരണവശാലും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഓരോ സ്പൂൺ ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. 1 സ്പൂൺ ഇട്ട് കുറച്ച് അടിച്ചതിന് ശേഷം മാത്രമേ വീണ്ടും ഇട്ട് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ പഞ്ചസാര വലിയ തരികളുള്ളതാണെങ്കിൽ ഒന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തോളുക. അപ്പം ഞാൻ ഓരോ സ്പൂൺ ഇട്ട് ഇതിപ്പം ബീറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ്.
അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് സ്പീഡിലിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുട്ട പെട്ടെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാര ഒട്ടും അലിയാതെ കിടക്കും. അത് കാരണം ലോ സ്പീഡിലിട്ട് ഈ ഫുൾ പഞ്ചസാര തീരുന്നവരെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. പഞ്ചസാര അലിഞ്ഞ് കഴിയുമ്പോഴേക്കും ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. ഇത് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മൊത്തം പഞ്ചസാര ഞാനിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ മുട്ടയുടെ ഉള്ളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഈ മുട്ടയുടെ വെള്ളയിലേക്കിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരുമിച്ച് ഒഴിക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി. മുട്ടയുടെ മഞ്ഞയും കൂടെ ഇട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. 1/4 കപ്പ് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓവർ ബീറ്റ് ആവരുത്, വളരെ ലോ സ്പീഡിലിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സൈഡിൽ നിന്നെല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഇത് നല്ല പതഞ്ഞ് ഇരിക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പം പൊടി ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും ഓവർ മിക്സ് ആകരുത്, കേക്ക് പൊങ്ങി വരത്തില്ല. അപ്പം ഞാൻ ഇനി ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. സ്പാച്ചിലേക്കാളും കുറച്ചും കൂടെ നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നല്ലത് സ്പാച്ചിലേക്കാൾ കൂടുതൽ വിസ്കാണ് നല്ലത്. 2-3 ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ മൊത്തത്തോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അതൊന്ന് ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ്, എല്ലാ സൈഡിലും ഒരേപോലെ. അതുപോലെ ഇതൊന്ന് തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ ഒരു കമ്പ് എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്നാൽ ആ എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗവും നന്നായിട്ട് വന്നിരുന്നോളും. ഇനി ഇത് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പം ഇനി ഇത് നമുക്ക് തട്ടിക്കൊടുക്കാം. അടിയിൽ, പാത്രത്തിൻ്റെ അടിയിൽ ഒരു തുണിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് വേണം തട്ടിക്കൊടുക്കാനായിട്ട്. ഒത്തിരി പ്രാവശ്യം തട്ടരുത്, ഒരു 3-4 പ്രാവശ്യം തട്ടിക്കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഒരു തട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. പാത്രം അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 35 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അതുപോലെ തന്നെ തീ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ആ പാത്രം കവിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊരു കമ്പുകൊണ്ട് ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. നന്നായിട്ട്
നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കെടുത്ത് വെളിയിലോട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എടുത്ത് അത് പാത്രത്തിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. തണുക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചാൽ അത് മൊത്തം പകുതി ഭാഗത്തോളം ആ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹൈറ്റിൽ നല്ലൊരു കേക്ക് ഇതുണ്ടാവും. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും അടുക്കി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ബട്ടർ പേപ്പർ ഇടുകയാണെങ്കിൽ ഇത്രയും പോലും കൂടി നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയും ഹൈറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താഴ്ഭാഗവും ഒക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗവും ഒത്തിരി ക്രസ്റ്റായിട്ടൊന്നും വന്നിട്ടില്ല. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു 35 മിനിറ്റ്സ്. അപ്പം ഇത് വാനില കേക്ക് റെഡിയാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റും നല്ല പെർഫെക്റ്റായിട്ട് വന്ന ഒരു കേക്കാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മുറിച്ചും കൂടെ നോക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാവർക്കും നന്ദി.